ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ 3 വലിയ സവാള, പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടികൾ ഇതിൽ മുഴുവനായിട്ട് ഇപ്പോൾ ഇടുന്നില്ല. അപ്പോൾ കുറച്ച് നമ്മൾ നാളികേരം വറുക്കുന്നതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, മഞ്ഞളെല്ലാം കൂടിയിട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമ്മുടെ തക്കാളി, ഇവിടെ ഒരു വലിയ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്ത് വരട്ടെ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് നാളികേരം വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അത് ലോ സിമ്മിൽ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ വറുത്ത് വരണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് ഒരു പിങ്ക്, ഒരു ബ്രൗൺ കളർ മുഴുവനായിട്ട് ആവണമെന്നില്ല. എന്നാൽ ആയി കഴിഞ്ഞാലും നമുക്ക് കറിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുരുമുളക് ഇട്ടിട്ടില്ല, കുരുമുളക് ഞാൻ പിന്നെയാണ് ഇട്ടിട്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടി ഒന്ന് ഇട്ട് ഞാൻ ജസ്റ്റ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് അരയ്ക്കാം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിക്കുക കേട്ടോ. ആ വെള്ളത്തിൽ ചിക്കൻ ഊരി വരുന്ന വെള്ളത്തിൽ തന്നെ ഒന്ന് വേവിക്കുക. എന്നിട്ടിപ്പോൾ അത് ആയിട്ടുണ്ട്, ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് മുന്നേ ചെറിയ ഉള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.